സാറേ, അയോധ്യ ക്ഷേത്രത്തിൽ ഈ ധ്വജം ഉയർത്തിയ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂപ്പ് കൈകളുമായിട്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് കൈകൾ ഇങ്ങനെ വിറയ്ക്കുന്നതാണ് കണ്ടത്. അത് വികാര വിക്ഷുബ്ധത കൊണ്ടാണോ അതോ ഈ ഭക്തി കൂടിയിട്ട് വിറച്ചതാണോ, എന്താ സംഭവം? പ്രേക്ഷകർക്ക് തന്നെ പലപ്പോഴും അത്ഭുതം തോന്നിയ, മാത്രമല്ല ആ ചിത്രം ഒരുപാട് വൈറലാവുകയും ചെയ്തു. എന്തായിരുന്നു കാരണം? എനിക്ക് മനസ്സിലായത് മോദി ഒരു സാധാരണക്കാരനല്ല എന്നാണ്. ഇത് ചില ആളുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് മോഹൻലാൽ മാതാമൃതാനന്ദമിയെ കുട്ടിക്കാലം മുതൽ അറിയുന്ന ആളാണ്. കാരണം അദ്ദേഹത്തിന്റെ ചിറ്റപ്പൻ അല്ലേ, മാതാമൃതാനന്ദമയിയും ഈ പ്രഭാകര സിദ്ധയോഗിയില്ലേ, വലിയ സിദ്ധനല്ലേ, 600 കൊല്ലമായിട്ട് ജീവിച്ചിരിക്കുന്ന ഒരാളാണ് പ്രഭാകര സിദ്ധയോഗി. അദ്ദേഹത്തിനെ പറ്റി നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രഭാകര സിദ്ധയോഗിയൊക്കെ ആയിട്ട് അടുപ്പം ഉണ്ടായിരുന്ന ആളാണ് മോഹൻലാലിന്റെ ചിറ്റപ്പൻ. ഈ ചിറ്റപ്പന്റെ വീട്ടില് പ്രഭാകര സിദ്ധയോഗിയൊക്കെ വരുമ്പോ ആ സമയത്ത് അവിടെ സുധാമണി ആയിരുന്ന കാലത്ത്, കുട്ടിയൊക്കെ ആയിരുന്ന കാലത്തെ സുധാമണി, അവർ ഈ പ്രഭാകര സിദ്ധയോഗിയുടെ ഒരുപാട് അനുഗ്രഹം സുധാമണിക്ക് ആ കാലത്ത് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് കുട്ടിയായിരുന്ന മോഹൻലാല് ആ സമയത്തും സുധാമണിയൊക്കെ കണ്ടിട്ടുണ്ട്. അമൃതാനന്ദമയെ ചെറിയ കാലം മുതലേ കണ്ടിട്ടുള്ളതാണ്. അപ്പോ ഈ അമൃതാനന്ദമയുടെ സവിധത്തിൽ പോയി മോഹൻലാൽ നിൽക്കുമ്പോ ഒരിക്കൽ അദ്ദേഹത്തിന്റെ വിരലുകള് പിടിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചില്ലേ? എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുരുവിന്റെ സവിധത്തിൽ നിൽക്കുമ്പോൾ ശിഷ്യന്മാര് ഒരു മുദ്ര സ്വീകരിക്കും. ഈ മുദ്രയാണ് അന്ന് മോഹൻലാൽ സ്വീകരിച്ചിരുന്നത്. അപ്പൊ ചില ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉള്ളൊരു സാധന അല്ലേ, അങ്ങനെ സാധനയൊക്കെ ഉള്ള ഒരാളാണ് മോദി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഇതിനിപ്പോ അത് ഒരു സാധാരണക്കാരൻ്റെ കൈ പേടി കൊണ്ട് വിറയ്ക്കുന്ന പോലത്തെ ഒരു വിറയൊന്നും അല്ല അത്. ഇതിന് നാഗഹസ്ത കമ്പനം എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. പക്ഷെ നാഗഹസ്ത കമ്പനം എന്നുള്ളത് നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ട്. നാഗഹസ്ത കമ്പനം എന്ന് പറഞ്ഞിട്ടുണ്ടോ? കാരണം നാഗത്തിനെ പോലെയാണ് കുണ്ടലിനി നമ്മുടെ മൂലാധാരത്തിൽ ചുരുണ്ടുകൂടി കിടക്കുന്നത്, 3.5 ചുറ്റാണ് എന്ന് വിശ്വാസമുണ്ട്. കുണ്ടലിനിയെ പറ്റി ഗോപികൃഷ്ണ എഴുതിയ പുസ്തകങ്ങൾ വരെയൊക്കെ ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് അങ്ങനെയാണെങ്കിൽ ഇത് ഭാവകമ്പനം ആകാം എന്നൊരു വാദമുണ്ട്. അതായത് ഭക്തി ഉച്ചസ്ഥായിയിൽ ആകുമ്പോൾ കയ്യിൽ കമ്പനം, വല്ലാതെ ഭക്തി ഉള്ളിലിങ്ങനെ നുരഞ്ഞു പൊന്തുമ്പോൾ ഉണ്ടാകുന്നൊരു കമ്പനം, പ്രാണൻ ശക്തമായി ഉള്ളിൽ ഉണരുമ്പോൾ ഉണ്ടാകുന്നതാണ് ഭാവകമ്പനം എന്ന് പറയാം. അപ്പോൾ നാഗഹസ്ത കമ്പനം എന്നൊരു പ്രയോഗം ഇതുമായി ബന്ധപ്പെട്ട് കാണുന്നുണ്ട്. മോദിയുടെ ആ കൈ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അത് മൂർഖന്റെ ചലനങ്ങൾ പോലെ എന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. കുണ്ടലിനി ഉണരുമ്പോൾ അങ്ങനെ വരുന്നതായിട്ടും ഒക്കെ പറയുന്നുണ്ട്. താന്ത്രിക പാഠങ്ങളിൽ അങ്ങനെ പറയുന്നുണ്ട്. ഈ യോഗയൊക്കെ അനുഷ്ഠിക്കുന്ന ആളല്ലേ അദ്ദേഹം, പ്രാണായാമം തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഈ നാഗസാധനയിൽ ശക്തശൈവ ആഗമങ്ങളിലും ഒക്കെ നാഗഹസ്ത കമ്പനത്തെ പറ്റി പറയുന്നുണ്ടെന്നാണ് വാദം. അപ്പോൾ നമ്മുടെ പ്രാണനിൽ നിന്ന് തമസ് നീക്കിക്കളയാനുള്ള ആ ഒരു പ്രക്രിയ, അതിൻ്റെ ഭാഗമായിട്ട് ഈ കമ്പനം വരുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അനാഹത ചക്രത്തെ സമീകരിക്കാൻ വേണ്ടി കുണ്ടലിനിയൊക്കെ ഉണരുന്ന സമയത്ത് അതിലെ ഒരു ചക്രം ആണ് നമ്മുടെ സഹസ്രാര പത്മത്തിൽ വരുമല്ലോ അവസാനം ഉച്ചിയില്. ഉച്ചി, അതാണ് സഹസ്രാര പത്മം എന്ന് പറയുന്നത്. മൂലാധാരത്തിൽ തുടങ്ങി കുണ്ടലിനി ഉണർന്ന് സഹസ്രാര പത്മം വഴി പുറത്തേക്ക് പോകുമ്പോഴാണ് മോക്ഷം എന്നുള്ളതാണ് കാഴ്ചപ്പാട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള അനാഹിത ചക്രത്തെ സമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പനം എന്നൊക്കെ ഇതേപ്പറ്റി അറിയാവുന്നവർ പറയുന്നു. അപ്പോൾ ഇത് ഒരു പ്രതികരണം ആണ്, ഇത് ഒരു ആചാരമോ അങ്ങനെയൊന്നും അല്ല ഈ കാണുന്നത്. അപ്പോൾ നട്ടെല്ലിൻ്റെ ചുവട്ടില് പാമ്പിനെ പോലെ ചുരുണ്ട് കിടക്കുന്നു. ഈ പാമ്പിൻ്റെ പേര് അതൊരു
സ്ത്രീ എന്നുള്ള കാഴ്ചപ്പാടിലാണ് കുണ്ടലിനി. കുണ്ടലി എന്ന് പറഞ്ഞാൽ ചുറ്റിയത് എന്നാണ് അതിൻ്റെ സംസ്കൃത വാക്കിന്റെ അർത്ഥം. കുണ്ടലിനി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ പേരിലാണ് ഈ ഊർജ പ്രവാഹത്തിനെ കാണുന്നത്. ഈ ചുറ്റി ഡോർമെന്റ് ആയിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഊർജമാണ്. ഇതിനെ ഉണർത്തുന്ന പ്രോസസ്സാണ് ഈ യോഗ തുടങ്ങിയ സാധന, അങ്ങനത്തെ സംഗതികൾ. ആത്മീയോർജം ചുരുണ്ടു കിടക്കുന്നു പാമ്പിനെ പോലെ. അപ്പോൾ ഈ സർപ്പോർജം യോഗ വഴി, ധ്യാനം വഴി ഒക്കെ ഉണരും. അതാണ് നമ്മുടെ മുനിമാരൊക്കെ ധ്യാനം ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിന് പല ചക്രങ്ങൾ വഴി, ഊർജ കേന്ദ്രങ്ങൾ വഴി സഹസ്രാരത്തിലേക്ക് വരുന്നു, ശിരസിലെ ഉച്ചി വരെ വരുന്നു. അപ്പോൾ നട്ടലിൻ്റെ ബേസ് മൂലാധാരത്തിലാണ് ചുരുണ്ട് കിടക്കുന്നത്. അപ്പോൾ സർപ്പം ഉറയൂരും പോലെയുള്ള ഒരു പ്രക്രിയയാണ് നടക്കുന്നത്. കുണ്ടലിനി ഉണരുമ്പോൾ 7 ചക്രങ്ങളാണുള്ളത്. സഹസ്രാര പത്മം വരെ 7 ചക്രങ്ങൾ. അപ്പോൾ സഹസ്രാരത്തിലെത്തുന്നത് ശക്തി അഥവാ കുണ്ടലിനി, ശിവനും ശക്തിയും തമ്മിലുള്ള സംയോഗം എന്നാണ് അതിനെ പറ്റിയിട്ടുള്ള ആശയം. അപാരമായ അനുഗ്രഹവും ഉണർവും ഒക്കെയാണ് സംഭവിക്കുന്നത്. ബ്ലിസ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വാക്ക്. അപ്പോൾ കുണ്ടലിനിയെ ഒരു പെൺസർപ്പം ആയിട്ടാണ് കാണുന്നത്. ഈ ഊർജത്തിനെ ഒരു ശുഭ്ര വെളിച്ചം ആണെന്നാണ് പറയുന്നത്. ഈ കിടക്കുന്നത് നല്ല വെളുത്തിരിക്കുന്ന വെളിച്ചം ആയിട്ടാണ് ഇത് കിടക്കുന്നത്. വെറുതെ പാമ്പ് ചുരുണ്ട് കിടക്കുക എന്ന് കരുതരുത്. ഒരു ശുഭ്ര വെളിച്ചം ആണത് ചുരുണ്ട് കിടക്കുന്നത്. അതങ്ങനെ കിടക്കും, ഉറങ്ങിക്കിടക്കും, ഉണരാതെ. അതായത് 99.9% മനുഷ്യരിലും ഇത് ഉറങ്ങി തന്നെ കിടക്കും. കാരണം ഈ ലൗകികമായ കാര്യങ്ങളിൽ വ്യാപൃതരാണല്ലോ. എങ്ങനെ പൈസ ഉണ്ടാക്കാം, മറ്റവനിട്ട് എങ്ങനെ പാര വെക്കാം, ഇതൊക്കെ ആലോചിച്ചുകൊണ്ടാണല്ലോ മനുഷ്യർ നടക്കുന്നത്. അതുകൊണ്ട് ഇതിലൊന്നും സാധനയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇത് ഉണർന്നു കഴിഞ്ഞാൽ സിദ്ധികൾ ഉണ്ടാവാം. നമ്മുടെ സൂക്ഷ്മബോധം പ്രപഞ്ചബോധവുമായി ലയിക്കാം, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ സർപ്പശക്തി എന്ന് പറയുന്നത് ആദിമ പ്രപഞ്ചശക്തി ആയിട്ടാണ് കരുതുന്നത്. അത് അടിസ്ഥാന ജീവശക്തിയാണ്. മൂലാധാര ചക്രത്തിന് ചുറ്റും 3.5 തവണ ചുറ്റിത്തിരിയുന്ന പരമമായ ആത്മീയ ഊർജമാണ് കുണ്ടലിനി. അപ്പോൾ കൈമുദ്രകൾ വഴിയും ഇതിനെ ഉണർത്താൻ കഴിയും എന്നാണ് പറയുന്നത്. അതാണ് മോദിയുടെ ആ കൈമുദ്ര എന്നാണ്. അപ്പം അദ്ദേഹത്തിന് ഇതിൻ്റെയൊക്കെ ഒരു സാധനയുണ്ട് എന്നുള്ളത് നമ്മൾ അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. കൈമുദ്രകൾ വഴി ശൈവതന്ത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് അങ്ങനെ കൈമുദ്രകൾ വഴി ഉയർത്താം. സൂക്ഷ്മ ശരീരത്തിൽ പാർവതി, ആദിപരാശക്തി, ഭൈരവി, കുബ്ജിക ഇതൊക്കെ ഈ ഊർജത്തിനെ പറ്റി പരാമർശിക്കുമ്പോൾ പറയുന്നുണ്ട്. ആദിമശക്തി എന്ന് പറയുമ്പോൾ ഹഠയോഗത്തിലാണ് ഇങ്ങനെയൊക്കെ ഇതിനെ പരാമർശിക്കുന്നത്. ഏക്നാഥ് ഈശ്വരൻ എന്ന് പറഞ്ഞ വിദഗ്ധൻ എഴുതിയിരിക്കുന്നത് കോയിൽഡ് പവർ, ചുരുണ്ട് കിടക്കുന്ന ശക്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ ആദ്യകാല തന്ത്ര ഗ്രന്ഥങ്ങളിലൊന്നായിട്ടുള്ള തന്ത്ര സദ്ഭവ തന്ത്രം 8-ാം നൂറ്റാണ്ടില് അതിലാണ് ഇതിനെ ഇങ്ങനെ പരാമർശിക്കുന്നത്. അതായത് ഈ കമ്പനം എന്നുള്ള രീതിയിൽ പരാമർശിക്കുന്നത് എന്നാണ് പറയുന്നത്. വൈഷ്ണവ നാരദ പഞ്ചതന്ത്രത്തിലും ശൈവത്തിലാണല്ലോ മറ്റത്. അതെ, വൈഷ്ണവ സമ്പ്രദായത്തില് നാരദ പഞ്ചതന്ത്രത്തിലും ഇതിനെ പരാമർശിക്കുന്നുണ്ട്. മൂലാധാരം സുഷുമ്ന എന്ന് പറഞ്ഞാൽ അകം പൊള്ളയായ ഒരു കനാൽ. ഈ കനാൽ വഴിയാണ് കുണ്ടലിനി ഉണർന്ന് സഹസ്രാരത്തിലെത്തുന്നത്, സുഷുമ്ന. അപ്പം മുദ്രകൾ വഴി ഇത് ഉണർത്താം. പിന്നെ രാജയോഗം ഞാൻ വായിച്ചിട്ടുണ്ട്, വിവേകാനന്ദന്റെ രാജയോഗത്തില് യോഗം. അതില് കുണ്ടലിനിയെ പറ്റി ഇതെങ്ങനെയാണ് ഉണരുന്നതെന്ന് വിവേകാനന്ദൻ വിവരിക്കുന്നുണ്ട്. അദ്ദേഹം ഇട പിങ്കള എന്ന 2 ഊർജ കേന്ദ്രങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇട എന്ന് പറയുന്നത് ഇടതുവശത്ത് ഉള്ള ഊർജ കേന്ദ്രമാണ്, ഇടയും പിങ്കളയും. അപ്പോൾ അത്
ഈ നെർവ് സെന്റേഴ്സ് ആണ് അത് രണ്ടും. ഈ സുഷുമ്ന എന്ന് പറയുന്നതാണ് ഈ കനാൽ, നട്ടെല്ലിൻ്റെ നടുവിലുള്ള കനാൽ, പൊള്ളയായ കനാൽ മുകളിലേക്ക് ഈ ഊർജമുണരാനുള്ള മൂലാധാരത്തിൽ നിന്ന് കുണ്ടലിനി ഉണർന്ന് മുകളിലേക്ക് പോകുന്ന കനാൽ ഉണ്ടല്ലോ, അതാണ് സുഷുമ്ന എന്ന് പറയുന്നത്. അപ്പോൾ ഭാവകമ്പനം അല്ലെങ്കിൽ നാഗഹസ്തകമ്പനം എന്നൊക്കെ ഇതിനെ പറ്റി ഇപ്പോൾ വിദഗ്ധന്മാര് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇങ്ങനെ കൈ ഇങ്ങനെ 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 വരുന്നത്. അങ്ങനെയാണ്, അത് വെറുതെ കൈ ഇങ്ങനെ ഇരുന്ന് പറക്കുകയല്ല, അങ്ങനെ അതിൻ്റെ ഒരു മറ്റേ സർപ്പ അല്ലേ, അതാണ്. നമ്മൾ ഈ ടോക്കിൽ തന്നെ അതിന്റെ ദൃശ്യങ്ങളൂടെ കാണിക്കുമ്പോൾ പ്രേക്ഷകർക്ക് അത് കൂടുതൽ മനസ്സിലാകും. അതെ അതെ, ആ വീഡിയോയും കൂടി കാണിക്കുക. അപ്പൊ വലിയ സാധനയുള്ള ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രി, അത് പറയാൻ വേണ്ടിയാണ് ഇത് ചർച്ച ചെയ്തത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.